അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ റൂമിൽ നിന്നും നാട്ടിലോട്ട് പോവുകയാണ്. ഷാർജ എയർപോർട്ടിലോട്ട് പോവുകയാണ്. എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായി ഇപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായി നിൽക്കുമ്പോൾ ബെൽറ്റ് ഇടുന്ന ടൈമിൽ കക്കൂസ് പോകാൻ പറ്റും. എനിക്ക് എപ്പോഴും എന്താണ്ടൊരു പ്രതിഭാസമാണ്. അത് ഇവിടെ സംഭവിച്ചു. ഇനി നേരെ ടാക്സി വിളിക്കണം. എങ്ങനെ എന്താണെന്ന് അറിയില്ല. നട്ടപ്പാരേക്ക് തിരിച്ചിങ്ങോട്ട് കയറേണ്ടി വരുമെന്ന് അറിയില്ല. അതിൽ കൂട്ടരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ജുറേജ് ബ്രോ. പോട്ടെ ഗൈസ്, ബൈ ഗൈസ്. വെറുതെ നിൽക്കുമ്പോൾ ഒരുപാട് ടാക്സികൾ പോകണമാണ് കേട്ടോ. കാര്യമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ടാക്സി പിടിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഒരു ടാക്സി പോലും കാണില്ല. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം ഫ്ലൈറ്റ് കാത്തിരിക്കുക കേട്ടോ. അവിടെ വെച്ചിട്ടാണ് നമ്മളെ എമിഗ്രേഷൻ്റെ സെറ്റപ്പുകളൊക്കെ ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മൾ വിജയകരമായി ഫ്ലൈറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ശശി ഇവിടെ എവിടെയോ ചുറ്റിക്കിറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ഒന്നൊന്ന് പിടിക്കട്ടെ അത്. ഗായ്സ് 220 മുകളിലാണ് ശശി വരണമെന്നുണ്ട് കേട്ടോ. ഈ 220 വരുന്ന ശശിയാണെന്നാണ് എൻ്റെ ഒരു ഇത്. യെസ് യെസ് ഗായ്സ്, നമ്മുടെ ശശി ഇതാ ഗായ്സ്, എത്തി ഗായ്സ്. വരണ കാര്യം പെരക്കാർക്ക് അറിയില്ല, അമ്മൂനെ അറിയില്ല. അമ്മ ഓളെ വീട്ടിലുള്ളത്. ഇപ്പോൾ അവിടെ പോയി സർപ്രൈസ് കൊടുക്കാം. ആകെ 2 കമ്പനിക്കാർക്ക് അറിയാം. അച്ഛനുണ്ട്. അങ്ങോട്ട് 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 തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്കും. എഫക്റ്റും ഇല്ലല്ലോ. രാവിലെ തന്നെ കേട്ടോ. ചായ ഉണ്ടാക്കി റിയാക്ഷൻ എന്താണ്? എനിക്കൊരു പവർ ഇല്ല ഗൈസ്. സർപ്രൈസ് ആയിട്ട് ഒന്ന് വരുന്നത്. ഓക്കെ, കുറച്ച് വെള്ളം തരൂ. അതെന്താ പോന്നേ? എന്നിട്ടെന്താ പറയാത്തെ? വിളിക്ക എന്താ പോവാന്നേ? എന്താ പറയാത്തെ? ഞാൻ പേരില്ല. എവിടെ? നെക്സ്റ്റ് പേജ്, നെക്സ്റ്റ് പേജ്. ഇന്നലെ എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. അപ്പൊ ഗൈസ് സക്സസ്ഫുൾ ആയി വിജയിച്ചിരിക്കുകയാണ്.
അടുത്താണ് സർപ്രൈസ് ആയി. സർപ്രൈസ് സർപ്രൈസ് സർപ്രൈസ്. ഹലോ ഗായ്സ്, സർപ്രൈസ് സർ, യൂട്യൂബ് കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ച് അണ്ടിപ്പരും